friends, welcome back to Sarah Creations. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റാഗി സേമിയ പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവ്, രണ്ട് ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. ഈ സിംഗിൾ പ്രോഡക്റ്റ് വെച്ചിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ റാഗി സേമിയ ഇരിക്കുന്നത്. സേമിയ പോലെ തന്നെ, പക്ഷേ റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മാത്രം. ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെയധികം ഗുണമുള്ളൊരു സാധനമാണ് റാഗി. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് അപ്പം തന്നെ അത് വാരിയെടുക്കണം. അധികം നേരിട്ട് കഴിഞ്ഞാൽ അത് കുതിർന്നു പോകും. അതുകൊണ്ട് നമ്മൾ അധികം നേരം വെള്ളത്തിലിടാൻ പാടില്ല. അപ്പം വെള്ളം ഒഴിച്ച് ഒന്ന് വാഷ് എടുക്കുക മാത്രം മതി ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമുക്കതൊന്ന് വാഷ് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ട് വരുന്ന വെള്ളം ഫുള്ള് നമ്മളങ്ങനെ ഊറ്റിക്കളഞ്ഞു. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് വെള്ളം എല്ലാം പോയി കഴിഞ്ഞു. നമുക്കിതിനകത്തോട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇഞ്ചി, വറ്റൽമുളക്, സവാള, ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ടത്. പിന്നെ കുറച്ച് കറിവേപ്പില, അതും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ സംഗതികളെല്ലാം ആയി. ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ വേണ്ടത് തേങ്ങയാണ്. നമുക്ക് ഒരു അത്യാവശ്യം കുറച്ച് കൂടുതൽ തേങ്ങയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. നമ്മൾ പാത്രം ചൂടാക്കി കഴിയുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കടുക് അങ്ങോട്ട് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി തെറിക്കട്ടെ. ഈ എണ്ണയിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ഒന്ന് സിമ്മിലാക്കിക്കണം കേട്ടോ, അല്ലെങ്കിൽ കടുക് അപ്പടി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം അതിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ സവാള വഴലാനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കുക. ഇപ്പം നമ്മുടെ സവാളയും എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ സേമിയ വേകാനുള്ള വെള്ളം. അധികം ഒഴിക്കണ്ട കേട്ടോ. നമ്മുടെ ഇതിൻ്റെ അളവനുസരിച്ച് ഇതധികം വെള്ളം വന്നു കഴിഞ്ഞാൽ കുതിർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 1/2 കപ്പ് ഞാനെടുത്ത കപ്പിൽ. അപ്പം ഇനി നമ്മൾക്ക് സേമിയയ്ക്കുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് കുഴയാനുള്ള ചാൻസ് കുറയും. അപ്പം നമ്മൾ ഒരു പ്രാവശ്യമല്ല മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചധികം തേങ്ങ ഇട്ടിട്ടുണ്ട്. കാരണം തേങ്ങ കൂടുന്തോറും നമ്മുടെ ഉപ്പുമാവിന് ടേസ്റ്റ് കൂടും കേട്ടോ. അല്ലെങ്കിലും തേങ്ങ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിനകത്ത് കൂടുതൽ വരുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ, അധികം വെള്ളം നമ്മൾ ഒഴിച്ചില്ല. അത് കറക്റ്റ് വെള്ളമായിരുന്നു കേട്ടോ. അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം അതിനധികം വേവില്ല. അപ്പം അതൊന്ന് മൂടി വെക്കുമ്പോൾ സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൂട്ടിൽ പിടിക്കും കേട്ടോ. അപ്പം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വിട്ട് കിടപ്പുണ്ട്. അങ്ങനെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ്. വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ പുട്ടും ഉണ്ടാക്കി നോക്കി, അടിപൊളിയായിരുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുട്ടിൻ്റെയും ഉപ്പുമാവിൻ്റെ റെസിപ്പി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല വിട്ട് കിടപ്പുണ്ട്. അങ്ങനെ വലിയ ഒട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതാണ് പ്രത്യേകം പറയാനുള്ളത്. ഇത് റാഗി ആയതുകൊണ്ട് ഇതിൻ്റെ ഹെൽത്തി കണ്ടൻറ്റിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ നിങ്ങളോട്. നമ്മുടെ റാഗി ഉപ്പുമാവ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ, കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.